ചിത്രത്തിൻ്റെ തുടക്കത്തിൽ പലോമ എന്ന യുവതിയെയാണ് കാണിക്കുന്നത്. ന്യൂയോർക്കിലെ ഒരു ആഡംബര വീട് വാടകയ്ക്ക് നൽകാമെന്ന വ്യാജേന അവൾ ഒരു ധനികനായ തൻ്റെ ക്ലയൻറ്റിനെ കാണിക്കുകയാണ്. ആകർഷകമായ വാക്കുകളാൽ ആ വീടിൻ്റെ ഭംഗി വർണ്ണിക്കുന്നതിനോടൊപ്പം തൻ്റെ ശരീരഭംഗി പ്രദർശിപ്പിച്ചുകൊണ്ട് അവൾ അയാളെ വശീകരിക്കാനായി ശ്രമിക്കുന്നുമുണ്ട്. വീട് കാണിച്ചു കഴിഞ്ഞപ്പോൾ ആ വീട് വാടകയ്ക്കെടുക്കാൻ വേറെയും ഒരുപാട് ആളുകൾ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് പലോമ പച്ചക്കള്ളം തള്ളിവിട്ടു. ഇത് കേട്ട് കബളിക്കപ്പെട്ട ആ മനുഷ്യൻ ഡീൽ ഉറപ്പിക്കുകയും ആ നിമിഷം തന്നെ അഡ്വാൻസ് തുക അവളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. തുടർന്ന് അയാൾ പലോമയെ അത്താഴ വിരുന്നിനായി ക്ഷണിച്ചു. അവളത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. വീടിൻ്റെ മുന്നുടമസ്ഥർ അവരുടെ ചില സാധനങ്ങൾ മാറ്റാൻ വൈകുന്നേരം വരുമെന്നും അതുകൊണ്ട് രാത്രിയിൽ ഇതേ സ്ഥലത്ത് വെച്ച് നമുക്ക് വീണ്ടും കാണാമെന്നും അവൾ അയാളോട് പറഞ്ഞു. അങ്ങനെ അന്നു രാത്രി ഡേറ്റിങ്ങിനായുള്ള ആവശ്യത്തോടെ ഒരു കുപ്പി വൈനും കരുതി ആ മനുഷ്യൻ അവിടെ എത്തി. എന്നാൽ വാതിൽ തുറന്നത് മറ്റൊരു വ്യക്തിയായിരുന്നു. താൻ അവിടെ സ്ഥിരമായി താമസിക്കുന്ന ആളാണെന്നും ഈ വീട് വിൽക്കാനോ വാടകയ്ക്ക് നൽകാനോ തനിക്ക് യാതൊരു ഉദ്ദേശവുമില്ലെന്നും അയാൾ വ്യക്തമാക്കി. മാത്രവുമല്ല, പലോമ എന്നൊരു സ്ത്രീയെക്കുറിച്ച് അയാൾ കേട്ടിട്ട് പോലുമില്ലായിരുന്നു. ചതിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ ക്ലയൻറ്റ് ഉടൻ തന്നെ പലോമയെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ആ നമ്പർ നിലവിലില്ല എന്നുള്ള സന്ദേശമാണ് ലഭിച്ചത്. യഥാർത്ഥത്തിൽ പലോമ ഒരു പ്രൊഫഷണൽ തട്ടിപ്പുകാരിയായിരുന്നു. വലിയ ചോദ്യങ്ങളൊന്നും ചോദിക്കാത്ത സമ്പന്നതയെ ലക്ഷ്യമിട്ട് തൻ്റെ ഉടമസ്ഥതയിലില്ലാത്ത വീടുകളും അപ്പാർട്ട്മെൻറ്റുകളും കാണിച്ച് അവരിൽ നിന്ന് വലിയൊരു തുക കൈക്കലാക്കി മുങ്ങുന്നതായിരുന്നു അവളുടെ രീതി. ഓരോ തവണയും അവൾ പുതിയ ഫോൺ നമ്പറുകൾ, വ്യാജ പേരുകൾ, വിഗുകൾ, വ്യത്യസ്തമായ സംസാര ശൈലികൾ എന്നിവ ഉപയോഗിച്ചിരുന്നതിനാൽ പോലീസിനെ അവളെ ഒരിക്കലും പിടികൂടാനായി കഴിഞ്ഞിരുന്നില്ല. ഈ വൻ വിജയം ആഘോഷമാക്കാൻ പലോമ ഒരു ബാറിലെത്തി. തൻ്റെ കാമുകിയായ സ്മിത്തിനെ കണ്ടു. അവർ അവിടെയുള്ള ഒരു ചുമരിലേക്ക് ചേർന്ന് പരസ്പരം ചുംബിച്ചുകൊണ്ട് തങ്ങളുടെ സന്തോഷം പങ്കിട്ടു. പിന്നീട് വീട്ടിലെത്തിയ ശേഷവും അവർ സ്വിമ്മിംഗ് പൂളിലിറങ്ങി പ്രണയലീലകളിൽ ഏർപ്പെട്ടു. ആ നിമിഷത്തിൽ സ്മിത്ത് പലോമയോട് ഐ ലവ് യു എന്ന് പറയുമ്പോൾ പലോമയും എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് മറുപടി നൽകി. അടുത്ത ദിവസം രാവിലെ പലോമ തൻ്റെ ഇമെയിൽ പരിശോധിക്കുമ്പോൾ ഒരു പ്രശസ്ത നോവലിലെ കഥാപാത്രമായ ഡേസി ബുക്കാൻ എന്ന പേരിൽ ഒരു സന്ദേശം വന്നതായി കണ്ടു. ആ മെയിലിൻ്റെ IP അഡ്രസ്സ് പരിശോധിച്ചപ്പോൾ അത് പോലീസിൻ്റേതാണെന്ന് വ്യക്തമായി. എന്നാൽ പോലീസാണെങ്കിൽ അവരുടെ IP അഡ്രസ്സ് മറച്ചു വയ്ക്കുമായിരുന്നുവെന്നും ഇത് തങ്ങളെ കൊടുക്കാൻ ആരോ നടത്തുന്ന വെറുമൊരു കൺകെട്ട് വിദ്യ മാത്രമാണെന്നും പലോമ കരുതി. എന്നാൽ സ്മിത്ത് ഭയന്നു പോയിരുന്നു. മുൻപ് ബാൾട്ടിമോറിലും സമാനമായൊരു സംഭവം ഉണ്ടായതുകൊണ്ട് ഇവിടെ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടണമെന്ന് അവൾ ആവശ്യപ്പെട്ടു. എന്നാൽ അന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു മങ്ങിയ ചിത്രം മാത്രമായിരുന്നു അതെന്നും അതേക്കുറിച്ച് TV-യിൽ വാർത്ത വന്നതല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ലെന്നും പലോമ അവളെ ഓർമ്മിപ്പിച്ചു. അവൾ ഒരു VPN ഉപയോഗിച്ച് തൻ്റെ യഥാർത്ഥ ലൊക്കേഷൻ ഒളിപ്പിച്ചു. സ്മിത്തിൻ്റെ ഭയം മാറ്റാനായി പലോമ പുതിയൊരു കളി നിർദ്ദേശിച്ചു. തട്ടിപ്പ് നടത്താനായി ഇരകളെ ഇരുവരും കണ്ടെത്തുക. ആരാണോ ആദ്യം ഡീൽ ക്ലോസ് ചെയ്യുന്നത് അവർ അടുത്തതായി എങ്ങോട്ടേക്ക് പോകണമെന്ന് ആ വ്യക്തിക്ക് തീരുമാനിക്കാം. തങ്ങളുടെ അടുത്ത തട്ടിപ്പുകൾക്ക് ആവശ്യമായ വ്യാജ പേരുകൾക്കായി അവർ ഒരു പുസ്തകക്കട സന്ദർശിച്ചു. ഒപ്പം വാടകയ്ക്ക് നൽകാൻ കിടക്കുന്ന വീടുകളുടെ പരസ്യങ്ങളും അവർ ശേഖരിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുന്നതിനിടയിലാണ് റോബർട്ട് എന്ന പ്രശസ്ത ന്യൂറോ സർജൻ്റെ വീടിൻ്റെ പരസ്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. സ്വന്തം മേഖലയിൽ വിപ്ലവകരമായ മുന്നേറ്റങ്ങൾ നടത്തുന്ന ഒരു മിടുക്കനായ ഡോക്ടറായിരുന്നു റോബർട്ട്. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള രോഗികൾ അദ്ദേഹത്തിൻ്റെ ചികിത്സ തേടി എത്തിയിരുന്നു. പണക്കാരനായ ഈ സർജൻ തങ്ങൾക്ക് പറ്റിയ നല്ലൊരു ഇരയായിരിക്കുമെന്ന് അവർ കണക്കുകൂട്ടി. അതേസമയം ഹോസ്പിറ്റലിൽ റോബർട്ട് ഒരു രോഗിയുടെ തലച്ചോറിൽ സങ്കീർണമായ ഒരു ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ബോസായ ബ്രാഡ്ഷാ റോബർട്ടിനെ അഭിനന്ദിക്കുകയും അയാൾ മെഡിക്കൽ രംഗത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന് പറയുകയും ചെയ്തു. തുടർന്നവർ മൃഗങ്ങളിൽ ഇതിനോടകം തന്നെ വിജയിച്ച പരീക്ഷണമായ തലച്ചോറ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മനുഷ്യരിലും പരീക്ഷിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. അതിനായി ഇതുവരെ സർക്കാരിൻ്റെ അനുമതി ലഭിച്ചിട്ടില്ലെന്ന് റോബർട്ട് പറയുമ്പോൾ അതിനുള്ള അനുമതിക്കായി താൻ പോരാടുമെന്ന് ബ്രാഡ്ഷാ ഉറപ്പു നൽകി. അന്ന് വൈകുന്നേരം റോബർട്ടിൻ്റെ പഴയ വീട് വാടകയ്ക്കെടുക്കാൻ താല്പര്യമുള്ള ഒരു കസ്റ്റമർ എന്ന വ്യാജേന പലോമ അയാളെ ചെന്ന് കണ്ടു. ആ വീടിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. പണ്ട് കോളറ ബാധിച്ചു മരിച്ച മൃതദേഹങ്ങൾ അടക്കം ചെയ്ത ഒരു കുഴിക്ക് മുകളിലാണ് അവിടുത്തെ വേലക്കാരുടെ ക്വാർട്ടേഴ്സ് നിർമ്മിച്ചതെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന്
ആ ഭാഗം ചുമരുകൾ കെട്ടി അടച്ചിരിക്കുകയാണ്. റോബർട്ട് തൻ്റെ മരിച്ചുപോയ ഭാര്യ റബേക്കോയോടൊപ്പം അവിടെയാണ് താമസിച്ചിരുന്നതെന്നും അവളുടെ മാതാപിതാക്കൾ ആ തെരുവിൽ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നതെന്നും അയാൾ പലോമയോട് പങ്കുവച്ചു. ഡീൽ ഉറപ്പിച്ച് അവർ കൈ കൊടുക്കുമ്പോൾ റോബർട്ടിൻ്റെ വിവാഹമോതിരം അബദ്ധത്തിൽ പലോമയുടെ കയ്യിൽ പോറലുണ്ടാക്കി. കിച്ചണിലെ ഗാർബേജ് ഡിസ്പോസലിൽ കുടുങ്ങിയാണ് ആ മോതിരം അങ്ങനെ കേടായതെന്ന് പറഞ്ഞ് അയാൾ അവളോട് ക്ഷമ ചോദിച്ചു. ഉടൻ തന്നെ അയാൾ അവളുടെ മുറിവ് വെച്ച് കെട്ടുകയും ആ വീടിൻ്റെ വൈഫൈയും പാസ്വേഡും അലാം കോഡുകളും അടക്കമുള്ള എല്ലാ രേഖകളും കൈമാറുകയും ചെയ്തു. തനിക്ക് ലഭിച്ച പുതിയ മുറിയിലെത്തിയ പലോമ സ്മിത്തിനെ വിളിച്ച് കാര്യങ്ങൾ അനുകൂലമാണെന്ന് അറിയിച്ചു. അവൾ ഇതിനകം വീടിൻ്റെ താക്കോലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുകയും റോബർട്ട് നൽകിയ പാസ്വേഡ് ഉപയോഗിച്ച് അവിടുത്തെ സെക്യൂരിറ്റി ക്യാമറകൾ ഓഫാക്കുകയും ചെയ്തിരുന്നു. ഇനി ഇരകളെ കണ്ടെത്തുക മാത്രമാണ് അവളുടെ ലക്ഷ്യം. എന്നാൽ പലോമ ക്യാമറകൾ ഓരോന്നായി ഓഫാക്കുന്നത് റോബർട്ട് തൻ്റെ സിസ്റ്റത്തിലൂടെ തത്സമയം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം അവൾ അറിഞ്ഞിരുന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പലോമ ഒരു കൂട്ടം ക്ലയൻറ്റുകളെ ആ വീട് കാണിക്കാൻ കൊണ്ടുവന്നെങ്കിലും ആരും ഡീൽ ഉറപ്പിക്കാൻ താല്പര്യം കാണിച്ചില്ല. എന്നാൽ രാത്രിയിൽ ടാഡ് എന്നൊരു ക്ലയൻറ്റ് അവിടെ എത്തി. അവൻ തൻ്റെ വരയിൽ വീഴുമെന്ന് പലോമ കരുതി. അവൾ അയാളെ ലിവിംഗ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നിർഭാഗ്യവശാൽ അവിടുത്തെ ഒരു ക്യാമറ ഓഫാക്കാൻ അവൾ മറന്നുപോയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ആളുകൾ വന്നിട്ടുണ്ടെന്നുള്ള അലാം സന്ദേശം റോബർട്ടിന് ലഭിച്ചു. സംഭാഷണത്തിനിടയിൽ ചാഡ് പലോമയോട് അനാവശ്യമായി അടുക്കാൻ ശ്രമിക്കുകയും ശരീരത്തിൽ കൈവയ്ക്കുകയും ചെയ്തു. പലോമ അയാളെ വിലക്കിക്കൊണ്ട് മാറി നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ടാഡത് വകവയ്ക്കാതെ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു. ആ പിടിവലിക്കിടെ അവളുടെ തലയിലെ വിഗ് ഊരിപ്പോയി. പലോമ അയാളെ തള്ളിമാറ്റി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും ടാഡ് അവളെ കടന്നുപിടിച്ച് ചുമരിലേക്ക് ചേർത്തു നിർത്തി. അയാൾ അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി. കഠിനമായ പോരാട്ടത്തിനൊടുവിൽ പലോമ അയാളെ വീണ്ടും തള്ളി മാറ്റിയെങ്കിലും നിലത്ത് വീണുപോയി. ഈ സമയം ടാഡ് ഒരു കത്തിയെടുത്ത് അവളുടെ കഴുത്തിൽ വെച്ച് അവളെ കീഴ്പ്പെടുത്താനായി ശ്രമിച്ചു. ക്യാമറയിലൂടെ ഈ ദൃശ്യങ്ങളെല്ലാം തത്സമയം കാണുകയായിരുന്ന റോബർട്ട് അസ്വസ്ഥനായി തൻ്റെ ഓഫീസിൽ നിന്നും അങ്ങോട്ടേക്ക് തിരിച്ചു. അതേസമയം പലോമ ടാഡിനെ ശക്തമായി തൊഴിക്കുകയും അയാൾ നിയന്ത്രണം വിട്ട് മേശയിൽ തലയടിച്ച് വീഴുകയും ചെയ്തു. അവൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അയാൾ അവളുടെ കാലിൽ പിടിച്ച് നിലത്തിടുകയും കത്തി ഉപയോഗിച്ച് അവളുടെ കഴുത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുകയും ചെയ്തു. കഴുത്തിൽ നിന്ന് രക്തം വൻതോതിൽ വാർന്നൊഴുകാൻ തുടങ്ങിയതോടെ പലോമയ്ക്ക് തലകറക്കം അനുഭവപ്പെട്ടു. ടാഡ് വീണ്ടും അവളെ ആക്രമിക്കാൻ മുതിരുമ്പോൾ പെട്ടെന്ന് പിന്നിൽ പ്രത്യക്ഷപ്പെട്ട റോബർട്ട് അയാളുടെ കഴുത്തിൽ ഒരു മയക്കുമരുന്ന് കുത്തിവെച്ചു. പലോമ എഴുന്നേൽക്കാൻ ശ്രമിച്ചുവെങ്കിലും ബോധരഹിതയായി നിലത്ത് വീണു. ഈ സമയം പോലീസ് സ്റ്റേഷനിൽ ഡിറ്റക്റ്റീവുകളായ ഡയാനും ക്രൈസും ന്യൂയോർക്കിൽ നടക്കുന്ന ഈ വിചിത്രമായ തട്ടിപ്പ് കേസുകളെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. തട്ടിപ്പുകാരി സാഹിത്യ കഥാപാത്രങ്ങളുടെ പേരുകളാണ് ഉപയോഗിക്കുന്നതെന്നൊഴിച്ചാൽ അവളെക്കുറിച്ച് മറ്റ് വിവരങ്ങളൊന്നും ആർക്കും അറിയില്ലായിരുന്നു. താനാണ് ഇമെയിൽ അയച്ചതെന്ന് സ്ഥിരീകരിക്കുന്ന ഡയാൻ പ്രശസ്തമായ പ്രോപ്പർട്ടി സൈറ്റുകളിൽ നോവലുകളിലെ പേരുകളുള്ള ലിസ്റ്റിങ്ങുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ക്രൈസിനോട് ആവശ്യപ്പെട്ടു. പലോമയ്ക്ക് ബോധം തിരിച്ചു കിട്ടുമ്പോൾ അവൾ ഒരു ഹോസ്പിറ്റൽ മുറിയിലായിരുന്നു. അവളുടെ അവസ്ഥ പരിശോധിച്ച റോബർട്ട് അവൾക്ക് 10 യൂണിറ്റ് രക്തം നൽകേണ്ടി വന്നുവെന്ന് പറഞ്ഞു. തുടർന്ന് അവളുടെ പോക്കറ്റിൽ നിന്നും ലഭിച്ച റിയൽറ്റർ എന്ന വ്യാജ പേരിലുള്ള ബിസിനസ് കാർഡ് അയാൾ പുറത്തെടുത്തു. അവൾ ഒരു തട്ടിപ്പുകാരിയാണെന്ന് തനിക്കറിയാമെന്ന് പറയുന്ന റോബർട്ട് ഈ ബുദ്ധി മറ്റുള്ളവരെ സഹായിക്കാൻ ഉപയോഗിക്കാമായിരുന്നില്ലേ എന്ന് അവളോട് ചോദിച്ചു. അവൾക്ക് വീണ്ടും മയക്കമരുന്ന് നൽകിയ ശേഷം അയാൾ അവളുടെ കഴുത്തിലെ മുറിവ് തുന്നിക്കെട്ടി. അന്നു രാത്രി ഉണർന്നെഴുന്നേറ്റ പലോമ അവിടെയുള്ള മെഷീനുകളുടെ കണക്ഷനുകൾ വേർപ്പെടുത്തി രക്ഷപ്പെടാനായി ശ്രമിച്ചു. എന്നാൽ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. ജനാലയിലൂടെ നോക്കിയപ്പോൾ അത് ഇഷ്ടിക ഉപയോഗിച്ച് പൂർണ്ണമായും അടച്ച അവസ്ഥയിലാണെന്ന് അവൾ മനസ്സിലാക്കി. അവൾ സെക്യൂരിറ്റി ക്യാമറയ്ക്ക് നേരെ ആക്രോശിക്കുകയും വാതിലിൽ ശക്തമായി ഇടിക്കുകയും ചെയ്തു. എങ്കിലും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. ഒടുവിൽ തൻ്റെ ഹെയർ പിന്നും ഒരു സൂചിയും ഉപയോഗിച്ച് അവൾ വാതിലിൻ്റെ പൂട്ട് തുറക്കുന്നതിൽ വിജയിച്ചു. എന്നാൽ പുറത്തെ ഇടനാഴിയിലെത്തിയപ്പോഴാണ് അതൊരു ഹോസ്പിറ്റലല്ല, മറിച്ച് ആ വീടിൻ്റെ ആരും കാണാത്ത ഒരു രഹസ്യ ഭൂഗർഭ അറയിലാണ് താനുള്ളതെന്ന് അവൾ തിരിച്ചറിയുന്നത്.
പെട്ടെന്ന് ഒരു വാതിൽ ശക്തിയായി അടയുകയും ഒരു നായ കുരയ്ക്കുന്ന ശബ്ദം കേട്ട് പലോമ ഞെട്ടി വിറയ്ക്കുകയും ചെയ്തു. പെട്ടെന്ന് അവളുടെ പിന്നിൽ പ്രത്യക്ഷപ്പെട്ട ലേനി എന്ന ഭീകരനായ മനുഷ്യൻ അവളെ പിടികൂടി. ഇതേ സമയം സ്മിത്ത് തൻ്റെ തട്ടിപ്പ് വിജയകരമായി പൂർത്തിയാക്കി പലോമയ്ക്ക് ഒരു സന്ദേശം അയക്കുകയാണ്. എന്നാൽ അവിടെ റോബർട്ട് രക്തം പുരണ്ട കാർപ്പറ്റ് മാറ്റുന്നതിനിടയിൽ പലോമയുടെ ഫോണും താക്കോലും കണ്ടെത്തി. അയാൾ ആ കാർപ്പറ്റ് പലോമയുടെ കാറിനുള്ളിൽ ഒളിപ്പിക്കാൻ തീരുമാനിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കാണാതായ ഡാഡിൻ്റെ ചിത്രവുമായി ഒരു പോലീസ് ഓഫീസർ ആ പ്രദേശത്ത് അന്വേഷണം നടത്തുകയാണ്. ഡാഡിൻ്റെ ഭാര്യ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അയാളുടെ ഫോണിലെ അവസാന ലൊക്കേഷൻ ഈ പരിസരത്തായിരുന്നു കാണിച്ചിരുന്നത്. റോബർട്ട് അയാളെ അറിയില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ പ്രദേശത്ത് എന്തെങ്കിലും അസ്വാഭാവികമായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് തൻ്റെ വീടിൻ്റെ മുൻപിൽ ഒരു കാർ കിടന്നിരുന്നെന്നും താൻ അത് ടോ ചെയ്യിപ്പിച്ചുവെന്നും പറഞ്ഞ് റോബർട്ട് ആ കമ്പനിയുടെ വിവരങ്ങൾ നൽകി. റോബർട്ട് മരിച്ചുപോയ തൻ്റെ ഭാര്യയായ റബേക്കയുടെ പഴയ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പലോമ ഇരുമ്പ് കൂടിനുള്ളിൽ ചങ്ങലയാൽ തറയോട് ചേർന്ന് പൂട്ടപ്പെട്ട നിലയിൽ ഉണരുകയാണ്. അവൾ സഹായത്തിനായി ഉറക്കെ നിലവിളിച്ചെങ്കിലും ആരും കേൾക്കാനുണ്ടായിരുന്നില്ല. അല്പം കഴിഞ്ഞ് റോബർട്ട് ഭക്ഷണവും മരുന്നുമായി വരികയാണ്. പലോമ അയാളെ ചീത്ത വിളിക്കുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അയാൾ അവളുടെ പരിധിയിൽ നിന്നും മാറി നിന്നു. തനിക്കെതിരെ പോലീസിൽ പരാതിപ്പെടാൻ പലോമ ആവശ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ റോബർട്ടും ടാഡും ചെയ്യുന്ന ക്രൂരതകളും പുറത്തു വരുമെന്ന് അവൾ പറഞ്ഞു. എന്നാൽ ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെട്ട് റോബർട്ട് അവിടെ നിന്നും പോയി. പലോമ ദേഷ്യത്തോടെ ആ ഭക്ഷണമാസകലം വലിച്ചെറിഞ്ഞു. ആ സമയം ലെനി വീണ്ടും അവിടെ പ്രത്യക്ഷപ്പെട്ടു. പലോമയുടെ DNA ഉപയോഗിച്ച് അവളെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും താൻ ശേഖരിച്ചതായി റോബർട്ട് വെളിപ്പെടുത്തി. അവളുടെ യഥാർത്ഥ പേര് മനസ്സിലാക്കിയ അയാൾ 3 വർഷം മുൻപ് ഒരു കാർ അപകടത്തിലാണ് അവളുടെ കുടുംബം മരിച്ചതെന്നും പറഞ്ഞു. അതേസമയം ബാറിൽ പലോമയെ കാണാത്തതിൽ സ്മിത്ത് വളരെയധികം വിഷമിച്ചിരിക്കുകയായിരുന്നു. സാക്ക് എന്നൊരു ചെറുപ്പക്കാരൻ അവളോട് അടുക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ അയാളെ വിരട്ടി ഓടിച്ചു. ആ സമയത്ത് പലോമയുടെ ഫോണിൽ നിന്നും റോബർട്ട് അവൾക്കൊരു മറുപടി സന്ദേശം അയച്ചു. പലോമയാണെന്ന് കരുതി സ്മിത്ത് ഐ ലവ് യു എന്ന് അയച്ചു. എന്നാൽ തിരിച്ച് റോബർട്ട് ഐ ലവ് യു ടു എന്ന് മറുപടി നൽകിയതോടെ സ്മിത്തിന് സംശയം തോന്നി. കാരണം പലോമ ഒരിക്കലും ആ വാക്ക് ഉപയോഗിക്കാറില്ലായിരുന്നു. അവൾ ഉടൻ തന്നെ സാക്കിൻ്റെ അടുത്ത് തിരിച്ചെത്തുകയും അയാളോടൊപ്പം പോകാൻ സമ്മതിക്കുകയും ചെയ്തു. ഇതിനിടയിൽ പലോമയ്ക്ക് മൂത്രമൊഴിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ലെനി അവളെ തന്നോട് ചേർത്ത് വിലങ്ങണിയിച്ച് കൂടിന് പുറത്തുള്ള ഒരു ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയി. അവൻ്റെ മുൻപിൽ വെച്ച് തന്നെ അവൾക്ക് അത് ചെയ്യേണ്ടി വന്നു. ലെനിയുടെ തലയിലെ ഒരു വലിയ വടു ശ്രദ്ധയിൽപ്പെട്ട പലോമ അവനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ മറുപടിയൊന്നും നൽകിയിരുന്നില്ല. ലെനി അവളെ തിരികെ കൂട്ടിലെത്തിച്ചപ്പോൾ റോബർട്ട് വിലങ്ങുകൾ മാറ്റി ചങ്ങല ഘടിപ്പിക്കാൻ ശ്രമിച്ചു. ഈ അവസരം മുതലെടുത്ത് പലോമ ആക്രമിക്കാൻ നോക്കിയെങ്കിലും ലെനി അവളെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്തി. ആരാണ് ഈ ലെനി എന്ന് പലോമ ചോദിക്കുമ്പോൾ അവൻ മുൻപ് തൻ്റെ ഹോസ്പിറ്റലിലെ ഒരു നേഴ്സായിരുന്നുവെന്ന് റോബർട്ട് മറുപടി നൽകി. 6 മാസം മുൻപ് ഒരു മദ്യപാനിയായ ഡ്രൈവർ ഇടിച്ചതിനെ തുടർന്ന് ലെനി ജീവച്ഛവമായി മാറിയിരുന്നു. എന്നാൽ കുറ്റക്കാരനായ ഡ്രൈവർക്ക് വെറുമൊരു സസ്പെൻഷൻ മാത്രമാണ് ലഭിച്ചത്. താൻ ശസ്ത്രക്രിയ നടത്തിയില്ലായിരുന്നെങ്കിൽ ലെനി ജീവിതകാലം മുഴുവൻ മെഷീനുകളുടെ സഹായത്തോടെ കിടക്കയിലാകുമായിരുന്നുവെന്ന് റോബർട്ട് വ്യക്തമാക്കി. എന്നാൽ ചിന്താശേഷിയില്ലാത്ത വെറുമൊരു ശരീരം മാത്രമായി ജീവിക്കുന്നതിൽ എന്താണ് അർത്ഥമെന്ന് പലോമ ചോദിച്ചു. റോബർട്ട് അവിടുത്തെ ലൈറ്റുകളെല്ലാം അണച്ച് പുറത്തുപോയി. പലോമ പതുക്കെ തറയിലെ ഡ്രെയിനേജ് കവർ ഇളക്കി മാറ്റാൻ ശ്രമിച്ചു. വീടിന് പുറത്ത് സ്മിത്ത് സ്റ്റാക്കുമായി എത്തി. റോബർട്ട് തൻ്റെ കൂട്ടുകാരിയുടെ ക്രൂരനായ കാമുകനാണെന്നും അവൻ തങ്ങളെ രണ്ടുപേരെയും ക്രൂരമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്നും സ്മിത്ത് നുണ പറഞ്ഞു. ഇപ്പോൾ തൻ്റെ കൂട്ടുകാരിയെ അവൻ എവിടെയോ പൂട്ടിയിട്ടിരിക്കുകയാണ്. അവൾ ഭയം അഭിനയിക്കുമ്പോൾ സാക്ക് തൻ്റെ തോക്കുമെടുത്ത് അവളെ സഹായിക്കാൻ തയ്യാറായി. അവൻ വാതിലിൽ മുട്ടി. ഇത് കേട്ട് റോബർട്ട് വാതിൽ തുറന്ന ഉടൻ തന്നെ സാക്ക് അയാളെ തള്ളിമാറ്റി അകത്തു കയറി. അവൻ ഓരോ മുറിയും അരിച്ചു പറക്കുമ്പോൾ റബേക്കയുടെ ചിത്രം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വലിച്ചെറിയുകയും ചെയ്തിരുന്നു. റബേക്കയെക്കുറിച്ച് സാക്ക് മോശമായി സംസാരിച്ചപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട റോബർട്ട് അവിടെയുണ്ടായിരുന്ന ഒരു ഗ്രാമഫോൺ റെക്കോർഡ് തല്ലിപ്പൊട്ടിച്ച്
അതിൻ്റെ മൂർച്ചയുള്ള ഒരു കഷ്ണം ഉപയോഗിച്ച് സാക്കിൻ്റെ കഴുത്തറുത്ത് നിമിഷങ്ങൾക്കകം തന്നെ അയാളെ കൊലപ്പെടുത്തി. പുറത്ത് കാറിലിരുന്ന സ്മിത്ത് വീടിനുള്ളിലെ ലൈറ്റുകൾ അണയുന്നത് കണ്ട് പുറത്തിറങ്ങി. ആ വീടിൻ്റെ ബ്ലൂ പ്രിൻ്റ് കൈവശമുണ്ടായിരുന്നവൾ പിന്നിലെ രഹസ്യമുറി ലക്ഷ്യമാക്കി നീങ്ങി. എന്നാൽ അവിടുത്തെ ക്യാമറ തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ള കാര്യം അവൾ അറിഞ്ഞിരുന്നില്ല. റോബർട്ട് ഒരു കത്തിയുമായി അവളെ നേരിടാനായി തയ്യാറെടുത്തു. സ്മിത്ത് ചുമരിലെ ഒരു രഹസ്യറ കണ്ടെത്തുകയും അത് തുറക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പെട്ടെന്ന് അവിടെയുള്ള കീപാഡ് ശ്രദ്ധയിൽപ്പെട്ട അവൾ പലോമ തനിക്ക് പറഞ്ഞു തന്നിരുന്ന പാസ്വേഡ് ഓർത്തെടുത്ത് അതിൽ ടൈപ്പ് ചെയ്തു. അങ്ങനെ ആ രഹസ്യവാതിൽ തുറക്കപ്പെടുകയും അവൾ തോക്കുമായി അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു. റോബർട്ട് അവളെ പിന്തുടരുന്നുണ്ടായിരുന്നു. രഹസ്യറയ്ക്കുള്ളിൽ പ്രവേശിച്ച സ്മിത്ത് ആ കൂട്ടിൽ കിടന്ന നായ കുരയ്ക്കുന്നത് കേട്ട് ഞെട്ടി. ഈ ശബ്ദം കേട്ട് ഉണർന്ന ലെനി തൻ്റെ മയക്കുവെടി വയ്ക്കുന്ന തോക്കെടുക്കാനായി ഓടുകയാണ്. ഈ സമയം തൻ്റെ സെല്ലിൽ ഡ്രെയിനേജ് കവർ ഉപയോഗിച്ച് ചങ്ങലയുടെ സ്ക്രൂ അഴിച്ചു മാറ്റുന്നതിൽ പലോമ വിജയിച്ചിരുന്നു. ചങ്ങലയിൽ നിന്നും മോചിതയായവൾ പതുക്കെ അവിടെയുള്ള ഓഫീസിലേക്ക് നീങ്ങുകയും ഒരു കത്തിയെടുത്ത് തിരികെ കൂടിനുള്ളിൽ വന്ന് താൻ ഇപ്പോഴും ചങ്ങലയിലാണെന്നുള്ള ഭാവത്തിൽ ഇരിക്കുകയും ചെയ്തു. പെട്ടെന്ന് പിന്നിലാരോ വരുന്ന ശബ്ദം കേട്ട് അത് റോബർട്ടാണെന്ന് കരുതി പലോമ ചാടി എഴുന്നേറ്റ് ആ വ്യക്തിയുടെ നെഞ്ചിലേക്ക് കത്തി കുത്തിയിറക്കി. എന്നാൽ അത് റോബർട്ടായിരുന്നില്ല, അവളെ രക്ഷിക്കാൻ വന്നിരുന്ന സ്മിത്തായിരുന്നു. രക്തം വാർന്ന സ്മിത്ത് പലോമയുടെ കൈകളിലേക്ക് തളർന്നു വീണു. ഈ സമയം റോബർട്ടും അങ്ങോട്ടേക്കെത്തി. പലോമ സ്മിത്തിനെ രക്ഷിക്കാനായി അയാളോട് കെഞ്ചി. റോബർട്ട് തൻ്റെ കൈകൊണ്ട് സ്മിത്തിൻ്റെ മുറിവ് അമർത്തിപ്പിടിച്ച് അനങ്ങാതിരിക്കാനായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അവളുടെ നില ഗുരുതരമായിരുന്നു. നിലത്ത് കിടന്ന സ്മിത്തിൻ്റെ തോക്കെടുക്കാൻ പലോമ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും അവിടെ എത്തിയ ലെനി ട്രാൻക്വിലൈസർ ഉപയോഗിച്ച് പലോമയ്ക്ക് നേരെ വെടിയുതിർത്തു. സ്മിത്തിനോട് മാപ്പ് പറഞ്ഞുകൊണ്ട് പലോമ വീണ്ടും ബോധരഹിതയായി വീണു. റോബർട്ട് ലിവിംഗ് റൂമിലിരുന്ന് വൈൻ കുടിച്ചുകൊണ്ട് തൻ്റെ ഭാര്യയായിരുന്ന റെബേക്ക ന്യൂറോ ട്രാൻസ്പ്ലാന്റേഷനെക്കുറിച്ച് പ്രസൻറ്റേഷൻ നടത്തുന്ന ഒരു പഴയ വീഡിയോ കാണുകയാണ്. പെട്ടെന്ന് റോബർട്ടിന് ഒരു ഹലൂസിനേഷൻ ഉണ്ടാകുകയാണ്. സ്ക്രീനിലുള്ള റെബേക്ക തന്നോട് സംസാരിക്കുന്നതായും റൂമിൽ പ്രത്യക്ഷപ്പെടുന്നതായും അയാൾക്ക് തോന്നി. തൻ്റെ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കാനുള്ള വലിയൊരു ലക്ഷ്യത്തിൻ്റെ അവസരമാണിതെന്നും തങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യണമെന്നും അവൾ അയാളോട് ആവശ്യപ്പെട്ടു. പോലീസ് സ്റ്റേഷനിൽ ക്രേസും ഡയാനും ഒടുവിൽ റോബർട്ടിൻ്റെ വീടിൻ്റെ പരസ്യം കണ്ടെത്തുകയും അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സാഹിത്യത്തിലെ പേരാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. അവർ ഉടൻ തന്നെ ആ വീട് പരിശോധിക്കാനായി തീരുമാനിച്ചു. പലോമ വീണ്ടും ഉണരുമ്പോൾ അവൾ പഴയതുപോലെ ചെങ്ങലയിൽ ബന്ധിക്കപ്പെട്ടിരുന്നു. എന്നാൽ സ്മിത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്ത മുറിയിലേക്ക് നോക്കി അവൾ കണ്ടത് ഭീതിജനകമായ ഒരു ദൃശ്യമായിരുന്നു. റോബർട്ടും ലെനിയും ചേർന്ന് ബോധരഹിതയായ സ്മിത്തിനെ ശസ്ത്രക്രിയയ്ക്കായി ഒരുക്കുകയാണ്. അതിലുപരി അന്ന് രാത്രി കൊല്ലപ്പെട്ടെന്ന് കരുതിയ ടാഡിനെയും അവർ ക്രൂരമായി കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ തലച്ചോറുകൾ തമ്മിൽ മാറ്റിവെക്കാനാണ് റോബർട്ട് ഉദ്ദേശിക്കുന്നത്. പലോമ അയാളെ ഒരു രാക്ഷസനെന്ന് വിളിച്ച് നിലവിളിച്ചെങ്കിലും അയാളത് അവഗണിച്ചു. റോബർട്ട് സ്മിത്തിൻ്റെ തലയോട്ടി തുറക്കുന്നത് പലോമയ്ക്ക് ഭയത്തോടെ നോക്കി നിൽക്കേണ്ടി വന്നു. ആ ഡ്രില്ലിംഗ് മെഷീൻ്റെ ശബ്ദം സഹിക്കാനാവാതെ അവൾ കാതുകൾ പൊത്തി. മാനസികമായും തകർന്ന പലോമയ്ക്ക് സ്മിത്ത് തന്നോട് ഐ ലവ് യു എന്ന് പറയുന്നതായി വീണ്ടും തോന്നലുകളുണ്ടായി. അവൾ സ്മിത്തിനെ തൊടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും റോബർട്ട് സ്മിത്തിൻ്റെ തലയോടിൻ്റെ ഒരു ഭാഗം പുറത്തെടുക്കുന്നതോടെ ആ തോന്നൽ ഇല്ലാതാവുകയും സ്മിത്ത് മരണപ്പെടുകയും ചെയ്യുകയാണ്. പലോമ കരഞ്ഞു പറഞ്ഞിട്ടും റോബർട്ട് പിന്മാറിയില്ല. അയാൾ സ്മിത്തിൻ്റെ തലച്ചോറിൻ്റെ ഒരു ഭാഗം ടാഡിൻ്റെ തലയിൽ വെച്ച് പിടിപ്പിക്കുകയും അയാളെ ഉണർത്തുകയും ചെയ്തു. ആദ്യം ടാഡിനെ ശരീരം ചലിപ്പിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നെങ്കിലും പതുക്കെ നിയന്ത്രണം വീണ്ടെടുത്ത് അയാൾ സ്ട്രെച്ചറിൽ നിന്നും എഴുന്നേറ്റ് പലോമയുടെ കൂടിൻ്റെ മുൻപിലേക്കെത്തി. അയാൾ അവളുടെ മുൻപിൽ മുട്ടുകുത്തി നിന്ന് ബാൾട്ടിമോർ എന്നുച്ചരിച്ചു. അതോടെ ടാഡിൻ്റെ ശരീരത്തെ നിയന്ത്രിക്കുന്നത് സ്മിത്തിൻ്റെ തലച്ചോറാണെന്ന് പലോമയ്ക്ക് മനസ്സിലായി. പലോമ കരഞ്ഞുകൊണ്ട് അവളോട് ഐ ലവ് യു എന്ന് പറഞ്ഞു. ടാഡിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന സ്മിത്തും അത് ആവർത്തിച്ചു. പലോമ മാപ്പ് ചോദിക്കുന്നതിനിടയിൽ ആ ശരീരം പെട്ടെന്ന് വിറയ്ക്കുകയും ടാഡിൻ്റെ യഥാർത്ഥ ബോധം തിരികെ വന്ന് അവളെ ചീത്ത വിളിക്കുകയും ചെയ്തു. ഒരു ശരീരത്തിൽ രണ്ട് മനസ്സുകൾ പോരാടുകയായിരുന്നു. പലോമ അയാളെ തള്ളിമാറ്റി. റോബർട്ട് ഓടിയെത്തി അയാളെ കൂടിന് പുറത്തേക്ക് മാറ്റി. താൻ അയാളെ കൊല്ലുമെന്ന് പലോമ ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു.
രണ്ട് മനസ്സുകളുടെ സമ്മർദ്ദം താങ്ങാനാവാതെ ടാഡിൻ്റെ ശരീരം സ്വയം ചുമരിലേക്ക് ഇടിക്കുകയും തുറന്നു വച്ചിരുന്ന തലയോട്ടി ചുമരിലിടിച്ച് അയാൾ ദാരുണമായി മരണപ്പെടുകയും ചെയ്തു. ആ സമയത്താണ് ഡിറ്റക്റ്റീവുകളായ ഡയാനും ക്രേസും തൻ്റെ വീട്ടുപടിക്കൽ എത്തിയിട്ടുണ്ടെന്നുള്ള അലാം റോബർട്ടിന് ലഭിക്കുന്നത്. ദേഷ്യം കൊണ്ട് നിലവിളിച്ച റോബർട്ട് പലോമയെ പരീക്ഷണത്തിനായി ഒരുക്കി നിർത്താനായി ലെന്നിയോട് ആവശ്യപ്പെട്ടു. ശേഷം അയാൾ പുറത്തേക്കോടി. ഏതാനും സെക്കൻഡുകൾക്കകം റോബർട്ട് തൻ്റെ നായയുമായി ഒരു സാധാരണ നടത്തം കഴിഞ്ഞ് വരുന്നത് പോലെ പോലീസുകാരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. അയാൾ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെയുള്ള ക്യാമറകൾ പരിശോധിച്ച ഡയാൻ അതിൻ്റെ ഫൂട്ടേജുകൾ കാണണമെന്ന് ആവശ്യപ്പെട്ടു. വാടകക്കാർ അത് ഓഫാക്കാറുണ്ടെന്ന് പറയുന്ന റോബർട്ട് തൻ്റെ കൈവശമുള്ള കുറച്ച് ദൃശ്യങ്ങൾ അവർക്ക് നൽകാമെന്ന് സമ്മതിച്ചു. തുടർന്ന് ഡയാൻ ആ പരസ്യം കാണിച്ചപ്പോൾ താനത് പോസ്റ്റ് ചെയ്തിട്ടില്ലെന്നും ഈ അടുത്ത കാലത്ത് ഒരു സ്ത്രീ ഇവിടെ വന്നിരുന്നെന്നും അവൾ മറ്റൊരു സാഹിത്യ പേരാണ് ഉപയോഗിച്ചതെന്നും റോബർട്ട് നുണ പറഞ്ഞു. ഇത്രയും വലിയ ശമ്പളമുള്ള ഒരു സർജൻ എന്തിനാണ് ഈ വീട് വാടകയ്ക്ക് നൽകുന്നത് എന്ന് ഡയാനെ സംശയം തോന്നിയെങ്കിലും നിയമവിരുദ്ധമായി ഒന്നും കണ്ടെത്താൻ കഴിയാത്തതിനാൽ തൽക്കാലം അവരവിടെ നിന്നും മടങ്ങുകയാണ്. പോലീസുകാർ പോയ ശേഷം റോബർട്ട് കണ്ണാടിയിൽ നോക്കുമ്പോൾ നിനക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് റബേക്കയുടെ രൂപം പറയുന്നത് അവൻ കേട്ടു. റോബർട്ട് വീണ്ടും ദേഷ്യത്തോടെ നിലവിളിച്ചുകൊണ്ട് തൻ്റെ ബോസായ ബ്രാഷായെ സഹായത്തിനായി വിളിച്ചു. തിരികെ വരുന്ന വഴിയിൽ ഡയാൻ താൻ ആ വീട്ടിൽ ശ്രദ്ധിച്ച അസ്വാഭാവികമായ കാര്യങ്ങൾ ക്രേസിനോട് പങ്കുവച്ചു. നായയ്ക്ക് കുടിക്കാൻ വെള്ളം വെച്ചിട്ടില്ലായിരുന്നു. തറയിൽ കാർപ്പറ്റ് ഒട്ടിക്കുന്ന ടാപ്പ് ഉണ്ടായിരുന്നെങ്കിലും കാർപ്പറ്റ് ഉണ്ടായിരുന്നില്ല. കൂടാതെ ചുമരിലെ ഒരു ചെറിയ ഭാഗത്ത് പുതിയ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ആ വീട് വിൽക്കാൻ 2 പേരുകളിൽ പരസ്യമുണ്ടായിരുന്നു. എന്നാൽ റോബർട്ടിനെതിരെ നടപടിയെടുക്കാൻ തക്കമുള്ള തെളിവുകൾ ഇപ്പോഴും തങ്ങളുടെ കൈവശമില്ലെന്ന് ക്രേസ് അവളെ ഓർമ്മിപ്പിച്ചു. ലാബിൽ ലെന്നി പലോമയുടെ തലമുടി ഷേവ് ചെയ്യുകയായിരുന്നു. പലോമ അവനോട് കുടുംബത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും സംസാരിച്ചു കൊണ്ടേയിരുന്നു. യഥാർത്ഥ ലെനി ഇപ്പോഴും ആ ശരീരത്തിനുള്ളിൽ എവിടെയോ ജീവിക്കുന്നുണ്ടെന്ന് അവൾ അവനെ വിശ്വസിപ്പിച്ചു. അവൻ അവളെ തിരികെ സെല്ലിലേക്ക് കൊണ്ടുപോകുമ്പോൾ തങ്ങൾക്ക് എവിടെ നിന്നും ഒരുമിച്ച് രക്ഷപ്പെടാമെന്ന് അവൾ പറഞ്ഞു. ലെനി അവളെ ശസ്ത്രക്രിയ നടത്തുന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഉണ്ടായിരുന്ന സ്മിത്തിൻ്റെ തോക്കും വിലങ്ങിൻ്റെ താക്കോലും അവൾക്ക് നൽകി. വിലങ്ങഴിച്ച പലോമ സ്മിത്തിൻ്റെ മൃതദേഹത്തിന് ഒരു അവസാന ചുംബനം നൽകി. അവളുടെ മോതിരം ഊരിയെടുത്തു. ആ നിമിഷം ലെന്നി ആ തോക്ക് ഉപയോഗിച്ച് സ്വന്തം തലയിലേക്ക് വെടിവെച്ച് ആത്മഹത്യ ചെയ്തു. വെടിവെച്ച് കേട്ട് ഓടിയെത്തിയ റോബർട്ട് പലോമയെ വീണ്ടും പിടികൂടുകയും മയക്കുമരുന്ന് കുത്തിവെച്ച് തൻ്റെ വാനിന് പിന്നിലേക്ക് എടുത്തെറിയുകയും ചെയ്തു. കുറച്ചു സമയത്തിന് ശേഷം പലോമ ഒരു സ്ട്രെച്ചറിൽ കെട്ടിയിട്ട നിലയിൽ ഉണർന്നു. ചുമരിൽ റബേക്കയുടെ വീഡിയോയും പശ്ചാത്തലത്തിൽ ക്ലാസിക്കൽ സംഗീതവും പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് മുൻപ് സ്വീകർത്താവിൻ്റെ മനസ്സിനെ ഉണർത്താനാണ് ഇതൊക്കെയെന്ന് റോബർട്ട് പറഞ്ഞു. ഇതേ സമയം പോലീസ് സ്റ്റേഷനിൽ ക്രേസും ഡയാനും റോബർട്ട് നൽകിയ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു. അതിൽ സംശയാസ്പദമായി ഒന്നും കാണാനില്ലായിരുന്നുവെങ്കിലും അന്ന് തിങ്കളാഴ്ച അവിടെ ശക്തമായ മഴ പെയ്തിട്ടും സ്ക്രീനിൽ ഒരിടത്തും നനവ് കാണാനില്ലെന്ന് ഡയാൻ കണ്ടെത്തി. ഇതിനർത്ഥം റോബർട്ട് ആ ദൃശ്യങ്ങളിൽ തിരിമറി നടത്തിയിട്ടുണ്ടെന്നാണ്. അടുത്ത ഏതാനും മണിക്കൂറുകൾ പലോമയ്ക്ക് തൻ്റെ ശരീരം ഒട്ടും ചലിപ്പിക്കാനായി കഴിഞ്ഞിരുന്നില്ല. ആ വീഡിയോകൾ മാത്രം നോക്കിക്കിടക്കാൻ അവൾ നിർബന്ധിതയായി. ഒടുവിൽ റോബർട്ട് മറ്റൊരു ശരീരവുമായി അവിടേക്ക് വന്നു. അത് മറ്റാരുടെയുമായിരുന്നില്ല, റബേക്കയുടേതായിരുന്നു. റബേക്ക യഥാർത്ഥത്തിൽ മരിച്ചിട്ടില്ലായിരുന്നു. ഒരു മാരകമായ ബ്രെയിൻ ഡിസീസ് കാരണം അവൾ വർഷങ്ങളായി കോമയിലായിരുന്നു. റോബർട്ട് രഹസ്യമായി അവളെ ജീവനോടെ നിലനിർത്തിയിരിക്കുകയായിരുന്നു. റബേക്കയുടെയും പലോമയുടെയും രക്തഗ്രൂപ്പ് ഒന്നായതുകൊണ്ട് പലോമയുടെ തലച്ചോറ് റബേക്കയുടെ ശരീരത്തിലേക്ക് മാറ്റിവെക്കാനാണ് റോബർട്ട് ഒരുങ്ങുന്നത്. പലോമ മാനസികമായി തകരുകയും റോബർട്ടിൻ്റെ അവസ്ഥയും ടാഡിനെ പോലെ ആകട്ടെ എന്ന് ശാപവാക്കുകൾ പറയുകയും ചെയ്തു. പലോമയ്ക്ക് ബോധമുള്ളപ്പോൾ തന്നെ റോബർട്ട് അവളുടെ തലയോട്ടി മുറിക്കാൻ തുടങ്ങി. ആദ്യം അവൾ ഭ്രാന്തമായി ചിരിച്ചുവെങ്കിലും റോബർട്ട് ഡ്രില്ലിംഗ് മെഷീൻ എടുത്തതോടെ അവൾ വേദന കൊണ്ടും ഭയം കൊണ്ടും നിലവിളിച്ചു. ഈ സമയം റോബർട്ടിൻ്റെ പരീക്ഷണം കാണാൻ ബ്രാഷ അവിടെ എത്തി. പലോമ അയാളോട് സഹായത്തിനായി അഭ്യർത്ഥിച്ചു. എന്നാൽ റോബർട്ട് ലംഘിച്ച അതിരുകടന്ന ക്രൂരതകൾ കണ്ട് ബ്രാഷ അറപ്പോടെ മുറിയിൽ നിന്നും പുറത്തേക്ക് മാറി. ഇതിനായി എത്ര പേരെ കൊന്നുവെന്ന് ബ്രാഷ ചോദിക്കുമ്പോൾ ഇത് ആദ്യത്തെ ആളാണെന്നും പലോമ
ആരും അന്വേഷിക്കാനില്ലാത്ത വെറുമൊരു തട്ടിപ്പുകാരി മാത്രമാണെന്നും പറഞ്ഞ് തൻ്റെ പ്രവൃത്തികളെ റോബർട്ട് ന്യായീകരിച്ചു. ഈ പരീക്ഷണം വിജയിച്ചാൽ ദശലക്ഷക്കണക്കിന് ആളുകളെ രക്ഷിക്കാമെന്ന് റോബർട്ട് പറയുമ്പോൾ, നീ ഇത് ചെയ്യുന്നത് റബേക്കയ്ക്ക് വേണ്ടി മാത്രമാണെന്നും നീ ദൈവമാകാൻ ശ്രമിക്കുകയാണെന്നും ബ്രാഡ്ഷ കുറ്റപ്പെടുത്തി. ഈ പാപത്തിൽ പങ്കാളിയാകാൻ തനിക്ക് കഴിയില്ലെന്നും പറഞ്ഞ് ബ്രാഡ്ഷ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. കാറിലിരുന്ന് ബ്രാഡ്ഷ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാനായി ശ്രമിച്ചു. എന്നാൽ പെട്ടെന്ന് കാറിനുള്ളിലേക്ക് റോബർട്ട് കടന്നു വന്നു. അവൻ അയാളെ കത്തി ഉപയോഗിച്ച് ക്രൂരമായി കൊലപ്പെടുത്തി. ഇതേ സമയം പോലീസ് സ്റ്റേഷനിൽ റോബർട്ടിൻ്റെ വീട്ടിൽ നിന്ന് തലേ ദിവസം ഒരു വെടിയൊച്ച കേട്ടിരുന്നുവെന്ന് അയൽവാസികൾ നൽകിയ വിവരവും വ്യാജ CCTV ദൃശ്യങ്ങളും മുൻനിർത്തി റോബർട്ടിൻ്റെ വീട് സെർച്ച് ചെയ്യാനുള്ള വാറണ്ട് പോലീസിന് ലഭിച്ചു. റോബർട്ട് തിരികെ ലാബിലേക്ക് എത്തുമ്പോൾ പലോമ കിടന്നിരുന്ന സ്ട്രെച്ചറിൽ ശൂന്യമായിരുന്നു. പെട്ടെന്ന് പിന്നിൽ നിന്നും പലോമ അയാളെ ആക്രമിച്ചു. റോബർട്ട് ഒരു സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് അവളുടെ നെഞ്ചിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. റോബർട്ട് അവളെ കീഴടക്കി സ്ട്രെച്ചറിൽ കെട്ടിയിട്ടു. അതിനുശേഷം അയാൾ മുറിവുകൾ കഴുകി ശസ്ത്രക്രിയയ്ക്കായി സ്വയം തയ്യാറെടുത്തു. കണ്ണാടിക്ക് മുൻപിൽ നിന്ന് റബേക്കയെ ഓർത്ത് അയാൾ വീണ്ടും ഭ്രാന്തമായി നിലവിളിച്ചു. റോബർട്ടിൻ്റെ വീടിന് ചുറ്റും ഡയാനും വൻ പോലീസ് സന്നാഹങ്ങളും എത്തിച്ചേർന്നിരുന്നു. അവർ മുൻവാതിൽ തകർത്ത് അകത്ത് കടന്നുവെങ്കിലും അവിടെ ആരെയും കണ്ടെത്താനായി സാധിച്ചില്ല. ക്രൈസ് വീടിൻ്റെ പുറകിലെ രഹസ്യ വഴി കണ്ടെത്തുകയും ടീമിനോട് തൻ്റെ പിന്നാലെ വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതേ സമയം ലാബിൽ റോബർട്ട് റബേക്കയുടെ തലച്ചോറിൻ്റെ വലിയൊരു ഭാഗം മുറിച്ചു മാറ്റിയിരുന്നു. തുടർന്ന് പലോമയുടെ തലച്ചോറ് മുറിച്ചെടുത്ത് അയാൾ ആ ട്രാൻസ്പ്ലാന്റേഷൻ ശസ്ത്രക്രിയ പൂർത്തിയാക്കി. പോലീസുകാർ പിന്നീട് ആ രഹസ്യ ലാബിലേക്ക് എത്തിയെങ്കിലും അവിടെ അപ്പോൾ മൃതദേഹങ്ങൾ മാത്രമാണ് അവശേഷിച്ചിരുന്നത്. റോബർട്ടോ റബേക്കയോ അവിടെ ഉണ്ടായിരുന്നില്ല. ആ തെരുവിൽ തൊട്ടടുത്ത് തന്നെയുള്ള റബേക്കയുടെ മാതാപിതാക്കളുടെ വീട്ടിലാണ് റോബർട്ട് ഒളിച്ചിരുന്നത്. ഒടുവിൽ റബേക്ക കണ്ണുകൾ തുറന്നു. തൻ്റെ ഭാര്യ പൂർണ്ണ ആരോഗ്യവതിയായി ബോധം തിരിച്ചു കിട്ടിയത് കണ്ട് റോബർട്ട് അതീവ സന്തോഷവാനായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം റോബർട്ട് റബേക്കയെ പതുക്കെ നടക്കാൻ സഹായിച്ചു. ഈ തലച്ചോറ് ആരുടേതായിരുന്നുവെന്ന് റബേക്ക ചോദിക്കുമ്പോൾ ആ ഡോണർ ശസ്ത്രക്രിയയെ അതിജീവിച്ചില്ല എന്ന് മാത്രമാണ് റോബർട്ട് മറുപടി നൽകിയത്. മാസങ്ങൾക്ക് ശേഷം കാടിന് നടുവിലുള്ള ഒരു ചെറിയ മനോഹരമായ വീട്ടിൽ റോബർട്ടും റബേക്കയും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് കാണിക്കുന്നത്. ഒരു ദിവസം റബേക്ക പെട്ടെന്നൊരു കത്തിയെടുത്ത് റോബർട്ടിൻ്റെ കഴുത്തറുത്തു. യഥാർത്ഥത്തിൽ റബേക്കയുടെ ശരീരത്തിലുണ്ടായിരുന്നത് പലോമയുടെ മനസ്സായിരുന്നു. താൻ പൂർണ്ണമായി സുഖം പ്രാപിക്കുന്നതുവരെ അവൾ റോബർട്ടിന് മുന്നിൽ അയാളുടെ ഭാര്യയെപ്പോലെ അഭിനയിക്കുകയായിരുന്നു. പ്രതികാരം ചെയ്യാനായി ഒടുവിൽ അവൾക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അവൾ തൻ്റെ കാമുകിയായ സ്മിത്തിൻ്റെ ആ മോതിരം വിരലിലണിഞ്ഞു. ചോര വാർന്ന റോബർട്ട് തൻ്റെ മുന്നിൽ കിടന്ന് മരിക്കുന്നത് നോക്കി വളരെ ശാന്തമായി ഒരു സിഗരറ്റ് വലിച്ച് ആസ്വദിച്ചുകൊണ്ട് പലോമ അവിടെ നിൽക്കുകയാണ്. ഈ രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്.